അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന CK പത്മനാഭചേട്ടനെ പോലെയുള്ള സീനിയർ നേതാക്കൾ, സ്ഥാനാർത്ഥി, എല്ലാവരെയും പേര് പഠിച്ച് എനിക്ക് കേട്ടിട്ടുള്ളതെന്നല്ലാണ്ട് നേരിട്ട് എല്ലാവരെയും പലരും ഇപ്പോഴാണ് കണ്ടത്. പത്മനാഭചേട്ടൻ പറഞ്ഞത് ശരിയല്ല, ഞാനായിട്ട് നല്ല എടുപ്പായിരുന്നു. അച്ഛനോടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഇവിടെ സത്യം പറഞ്ഞാൽ ഞാൻ BJP-യിൽ വന്നപ്പോൾ ഒരു സ്വപ്നലോകത്ത് വട്ടമാതിരിയാണ്. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് ഒരിക്കലും K. കരുണാകരൻ്റെ മകളായിട്ട് പോലും ഒരു പ്രധാന നേതാവ് വന്നാൽ എനിക്ക് മുമ്പിൽ സ്ഥലം തരാറില്ല. എന്നെ പിടിച്ച് കരുണാകരൻ്റെ മകളായതുകൊണ്ട് രണ്ടാം നിലയിൽ എല്ലാവരും ഇരുന്ന് കഴിഞ്ഞിട്ട് വേറൊരു എക്സ്ട്രാ സീറ്റ് ഇട്ടിട്ടാണ് എന്നെ ഇരുത്താറ്. എൻ്റെ സ്ഥിതി ഇതാണെങ്കിൽ കോൺഗ്രസിൽ ബാക്കിയുള്ളൊരു സ്ഥിതി ഉണ്ടായിരിക്കും. ഞാൻ ഇന്നലെ അതിശയിച്ചു പോയി. പത്തനംതിട്ട മോദിജിയുടെ അപ്പുറം ഇരിക്കുന്നതും ഇപ്പുറം ഇരിക്കുന്നതും എല്ലാം വനിതകളാണ്. അവരും ഭയങ്കര പ്രൗഡായിട്ട് ഇരിക്കുന്ന കണ്ടപ്പോൾ അങ്ങനെ 4 ആണുങ്ങളെ ഞാൻ കണ്ടുള്ളൂ. ആണുങ്ങൾ മോശമായിട്ട് പറയല്ല കേട്ടോ, ഞങ്ങൾക്കൊരു അംഗീകാരം കിട്ടുമ്പോൾ ഒരു സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് BJP. അതിനൊറ്റ ഉത്തരേ ഉള്ളൂ, മോദിജി. കാരണം എനിക്ക് ഒരു പാർട്ടി ഉണ്ടാവണമെങ്കിൽ നല്ലൊരു ലീഡർഷിപ്പ് വേണം. പണ്ട് കോൺഗ്രസ്സിലാണെങ്കിൽ ശ്രീ K. കരുണാകരനെ പോലെയുള്ള അല്ലെങ്കിൽ AK അനിലിനെ പോലെയുള്ള നേതാക്കളൊക്കെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ K. കരുണാകരനൊക്കെ ഈ പാർട്ടിയിൽ അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് പോയി. എൻ്റെ അച്ഛൻ വരെ പാർട്ടി വിട്ടുപോയി. അപ്പം എത്ര കുത്ത് സഹിച്ചിട്ടാണ് പോണതെന്ന് ആലോചിച്ചു. അതുകൊണ്ട് എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. എൻ്റെ അച്ഛൻ എന്നെ അവിടെ ഇരുന്ന് അനുഗ്രഹിക്കുന്നുണ്ടാവും, എൻ്റെ മോളെ എന്നെ വലിയ അതുകൊണ്ട് അച്ഛൻ്റെ പേര് പറഞ്ഞ് ആരും എന്നോട് വർത്തമാനം പറയാൻ വരണ്ട. ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ കാണാൻ വരാത്തവർ, അദ്ദേഹത്തെ നോക്കാത്തവർ, ഇവരൊക്കെയാണ് ഇപ്പോൾ. ഞാൻ പിന്നെ പേര് പറഞ്ഞ പണ്ടേ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയത്തിൽ ഒരിക്കലും എതിരാളികളുടെ പേര് പറയുകയോ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പറയുകയോ ചെയ്യരുതെന്ന്. അത് ഞാൻ ഇതുവരെ പാലിച്ചുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ വേറെ പാർട്ടിയിൽ പോയിട്ട് 3 പാർട്ടിയുടെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നവർ എന്നെ കുറ്റം പറയില്ല. ഞാൻ അന്നും ഇന്നും ഒരു പാർട്ടിയിൽ നിന്നിട്ട് ആകെ ഞാൻ മാറിയത് ഈ പാർട്ടിയിലേക്ക് മാത്രമല്ല, അത് മരണം വരെ അതിന് നിൽക്കുകയും. കാരണം നമുക്കറിയാം നമ്മളൊക്കെ എത്ര കാലം രാഷ്ട്രീയത്തിൽ ഉണ്ടാവുമെന്ന് അറിയില്ല. മരിക്കുന്ന സമയത്തെങ്കിലും അന്തസ്സായിട്ട് മരിക്കണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയിൽ അവസാനം വരെ ഞാനുണ്ടാവും. മോദിജിയെ ഞാൻ കണ്ട പ്രത്യേകത, അദ്ദേഹത്തിന് കുടുംബം എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ്. ഇവിടെ ഉള്ളവരെല്ലാം അദ്ദേഹത്തിൻ്റെ സഹോദരി സഹോദരന്മാർ, ഇവിടെ കാണുന്ന കുഞ്ഞുങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങൾ. വേറൊരു ഇതില്ല, അദ്ദേഹം 4-5 മണിക്കൂർ ഉറങ്ങുന്ന ആളാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഞാൻ കണ്ട് വളർന്നത് അതാണ്. വികസനം ഏറ്റവും നടത്തിയ ഒരാളുടെ മകളാണ് ഞാൻ കേരളത്തിൽ. ഒന്നിനെയും പേടിയില്ലാതെ പറയുമ്പോൾ കുടുംബം ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് പേടിയുണ്ടായിരുന്നില്ല. ഞങ്ങളെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് രക്തത്തിൽ എഴുതിയ കത്തുകളൊക്കെ പണ്ട് വരും വീട്ടിൽ. അതൊക്കെ നോക്കാണ്ടും സ്വന്തം രാജ്യത്ത് നല്ലതാണോ അത് അദ്ദേഹം പറയും. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, കാരണം അത് പല കോൺഗ്രസ്സുകാരും കേട്ടിട്ടുണ്ടാവില്ല, സ്വന്തം മകൻ പോലും കേട്ടിട്ടുണ്ടാവില്ല, കാരണം ഞാനും കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഉണ്ടാക്കിയൊരു പാർട്ടിയാണ്, അത് പിരിച്ചുവിടേണ്ട സമയമില്ല. ഇനി രാജ്യം നന്മയ്ക്ക് വേറെ പാർട്ടി വരണം എന്ന് അച്ഛൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അന്ന് എനിക്ക് എന്തായാലും അർത്ഥം മനസ്സിലായില്ല. അപ്പം ഇങ്ങനെ ഒരു മുൻകൂട്ടി അദ്ദേഹം കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം ദീർഘവീക്ഷണമുള്ള ഒരു നേതാവായിരുന്നെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പിന്നെ പൊതുവെ എല്ലാ ജാതി മതങ്ങളോടും എല്ലാ പാർട്ടികളിലും ബന്ധങ്ങളുണ്ടായിരുന്നു. അച്ഛനെ ഏറ്റവും അടുത്ത ആളെന്ന് പറയുന്നത് അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. അങ്ങനെ ഓരോ സ്ഥലത്തും മാർക്സിസ്റ്റ് പാർട്ടിയിലാണെങ്കിലും ഭക്ഷണം കഴിക്കാൻ പലരും എൻ്റെ വീട്ടിൽ വരാറുണ്ട്, ഡൽഹിയിൽ. അങ്ങനെ ബന്ധങ്ങൾ കുറേ ഉള്ള ആളായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇപ്പം ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞൊരു 3 കൊല്ലത്തെ വളർച്ച എടുത്ത് നോക്കിയാൽ വല്ലാത്ത വളർച്ചയാണ് കേരളത്തിൽ. അത് ആരും ശ്രദ്ധിച്ചിട്ടില്ല. കാരണം നമുക്ക് വോട്ടിംഗ് പാറ്റേൺ എടുത്താൽ നമുക്കറിയാൻ പറ്റും. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഇപ്രാവശ്യം എത്ര സീറ്റ് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പ് പറയില്ല. പക്ഷെ കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്നു. ബാക്കിയുള്ളവർ അക്കൗണ്ട് തുറന്ന മാതിരിയല്ല,
പിന്നെ എങ്ങോട്ടേക്ക് പോകണമെന്ന് അറിയുന്ന നേതൃത്വമുണ്ട്. എപ്പോഴും ഒരു നേതാവ് നല്ലതാണ് നമുക്ക്. കോൺഗ്രസിൽ ഇപ്പോൾ ഇല്ലാണ്ടായത് അതാണ്. എനിക്ക് പ്രസ്ഥാനത്തിനോട് ദേഷ്യം വന്നിട്ടൊന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരു കഴിവും ഇല്ലാണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ കൂടി മണിയടിച്ചിട്ടും വരുന്ന കുറേ നേതാക്കളുണ്ട്, കുട്ടി നേതാക്കൾ. അവർക്ക് ചരിത്രം പോലും അറിയില്ല. പക്ഷെ സോഷ്യൽ മീഡിയയ്ക്ക് പൈസ കൊടുത്ത് ഓരോരുത്തർ വളരണ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അപ്പോഴേ പറയും ഈ പാർട്ടിയുടെ അധോഗതിയായി തോന്നുന്നുണ്ട്. കാരണം ഇവരൊക്കെയല്ലേ പിന്നെ ഭരിക്കില്ല. പക്ഷെ എനിക്ക് ജനങ്ങളുടെ മനസ്സാണ് മനസ്സിലാവാത്തത്. ഇവർക്ക് എന്താ ഇവരെ മനസ്സിലാവാത്തത്? അവരെ ഒരാളുടെ കൂടെ നിൽക്കുമ്പോൾ വേറൊരു നേതാവിന് വാർത്ത ചോർത്തി കൊടുക്കണമെങ്കിൽ അടുത്തിരുന്ന് കേൾക്കുക. പിന്നെ എല്ലാത്തിനും പൈസ. ഇതൊന്നും നല്ലതല്ല. ഞാൻ അങ്ങനെ കണ്ട വീട്ടിൽ നിന്നല്ല ഞാൻ വരുന്നത്. ഞാൻ സത്യസന്ധമായ രാഷ്ട്രീയം കണ്ടു വളർന്നിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കുറേ കാലങ്ങളായി എന്നെ ചവിട്ടും കുത്തൊക്കെ തുടങ്ങിയിട്ട്. പിന്നെ സഹിക്കാവുന്ന അച്ഛൻ പോയപ്പോൾ പോലും ഞാൻ പോയിട്ടില്ല. പക്ഷെ എനിക്കിപ്പോൾ തോന്നി പോകേണ്ട സമയമായി. നമുക്കങ്ങനെ തോന്നി കഴിഞ്ഞാൽ പിന്നെ ഒരു മിനിറ്റ് നിൽക്കാതിരിക്കാനില്ല ആ പാർട്ടി ഇല്ലാണ്ട്. ഞാൻ ഒറ്റ ദിവസം എല്ലാവരും ചോദിച്ചു, അയ്യോ ഞങ്ങൾ കൂടെ നടന്നിട്ട് അറിയുന്നില്ലല്ലോ. ഞാൻ വന്നത് കുറേ കാലമായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്തായാലും കോൺഗ്രസ് പാർട്ടിയിൽ ഞാൻ പോകുന്നുള്ള തീരുമാനം ഞാൻ 3 കൊല്ലം എടുത്തു. എന്നെ എല്ലാവരും കാര്യമായിട്ട് തോൽപ്പിച്ചപ്പോൾ വ്യക്തമായിട്ട് ലിസ്റ്റ് ഞാൻ എഴുതി പാർട്ടിക്ക് 2 പ്രാവശ്യം കൊടുത്തതാണ്. എന്നിട്ട് ആ തോൽപ്പിച്ച ആൾക്കാരെ തന്നെ എൻ്റെ മൂക്കിന് ആഴം ഉണ്ടാക്കിയ. ഇന്നിപ്പോൾ ഒരു അപമാനം ഈ പാർട്ടി ഉണ്ടാക്കിയ മകളോട് ഇവരെന്താ ചെയ്യുക? ഇപ്പോഴത്തെ നേതൃത്വം ഞാൻ പറഞ്ഞില്ലേ, പണ്ട് UDF ഉണ്ടാക്കിയത് എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് തൃശ്ശൂർ. ആ റൂം പോലും അറിയില്ല വന്നാൽ ഞാൻ കാണിച്ചു തരാം. അവിടുന്ന് UDF ഉണ്ടായതൊക്കെ കണ്ട ആളാണ് ഞാൻ. കോൺഗ്രസ് ആയിരുന്നു UDFിൻ്റെ തലതൊട്ടപ്പൻ എന്ന് പറയുന്നത്. ഇന്ന് അങ്ങനെയാണോ? ഇന്ന് വേറെ ഘടകകക്ഷികളാണ് കോൺഗ്രസിനെ ഭരിക്കുന്നത്. പിന്നെ ഒരു നേതാവിനെ ജയിപ്പിക്കാൻ വേണ്ടി ബാക്കിയുള്ളവരൊക്കെ തോറ്റോട്ടെ, അവർ പറഞ്ഞൊക്കെ സമ്മതിച്ചു കൊടുക്കുക. ആ രീതിയൊന്നും ശരിയല്ല. ഒരാൾ മാത്രം ജയിച്ചാൽ പോരല്ലോ, എല്ലാവരും ജയിക്കണ്ടേ? അതുകൊണ്ട് പല ഘടകകക്ഷികളാണ് ഇപ്പോൾ കോൺഗ്രസിനെ ഭരിക്കുന്നത്. അവരോട് എതിർക്കാനോ എന്തെങ്കിലും പറയാനോ ഒരു ധൈര്യം ഇന്നത്തെ കോൺഗ്രസ്സുകാർക്കില്ല. അത് ഞാൻ വെല്ലുവിളിക്കാം. ആരെന്ത് പറഞ്ഞാലും. എനിക്ക് ഇവരുടെ ചരിത്രം മുഴുവൻ അറിയാവുന്ന ആൾ ഞാനാണ്. ഇതിൻ്റെ ഉള്ളിൽ കിടന്നതെല്ലാം കണ്ട് ജീവിതം മടുത്ത് ഞാൻ പറഞ്ഞില്ല രാഷ്ട്രീയം നിർത്തിയാലോ എന്നാലോചിച്ച ഒരാളായിരുന്നു ഞാൻ. തമാശയ്ക്ക് പറയും, ഞാൻ ഇന്നലെ അത് പറഞ്ഞു. അതായത് ഈ പാർട്ടി ഉണ്ടാക്കിയ AO ഹ്യൂംസും പിന്നെ ഇവിടുന്ന് പാർട്ടി ഉണ്ടാക്കിയ ഒരു നേതാവാകാൻ പോയ ഒരു മലയാളി, അതേപോലെ ഇലക്ഷൻ വെക്കുന്നുണ്ടെന്ന് പേര് പറയുന്നില്ല. ഇനി ആൾക്കാർ പോയിട്ടേ ഇവർ രണ്ടുപേരും ആ AICS ഓഫീസ് അടച്ചു കൂട്ടുമ്പോൾ ഇവർ രണ്ടുപേരെയും ഫോട്ടോ ഒന്ന് ഫ്രെയിം ചെയ്ത് വെച്ചാൽ ഒന്നുണ്ടാക്കിയാലോ ഒന്ന് അവസാനിപ്പിച്ചാണ്. അതാണ് ഇപ്പോൾ പാർട്ടിയുടെ സ്ഥിതി. അതേമാതിരി തിരുവിതാംകൂറിലാണെങ്കിലും ഒരു വലിയൊരു സമുദായം UDFിലേക്ക് പോയി, അല്ല LDFിലേക്ക് പോയി. ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെ ആരാളുള്ളത്? അപ്പോൾ കാണുന്ന കുറച്ച് ആൾക്കാരെന്നല്ലാണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ സഹോദരനോട് എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഏട്ടനല്ലേ, ഒരാൾ തോൽപ്പിക്കാൻ വേണ്ടി അവിടെ കൊണ്ടിടുമ്പോഴേ കാണുമ്പോൾ ഒരു സങ്കടം. കാരണം എന്നെ ഇലക്ഷൻ തോൽപ്പിച്ച് താപ്പാലകൾ അപ്പുറം നിൽക്കുന്നത്, എന്നിട്ട് ഉമ്മ കൊടുക്കുക, കെട്ടിപ്പിടിക്കുക, ടവലോടൊന്നും കളിച്ച് കൊടുക്കുക, ഇങ്ങനെ തുടച്ച് എന്നെയും പരുവത്തിലാക്കിയത്. അപ്പം ഞാൻ കണ്ടപ്പോൾ പറഞ്ഞു, പാവം അവൻ വളരെ ഒന്ന് ജയിച്ചു പോയനെ, ഇന്നോരെ തട്ടി അവിടെയാക്കി. ആളുടെ ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആള് ഇപ്പം കുറച്ച് പേരെല്ലാവരും വരാനുണ്ടായിട്ടാ. ഞാനതിന് തുടക്കമായിരുന്നേ ഉള്ളൂ. ഇനി പലരും വരും. അത് ഇവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥി ഒന്ന് ശ്രദ്ധിച്ചു. കാരണം അദ്ദേഹമൊക്കെ എന്തൊക്കെയാണ് ആരോടൊക്കെ സംസാരിച്ചിട്ടില്ലെന്നൊക്കെ എനിക്ക് നല്ലോണം അറിയാം. ഇലക്ഷൻ കഴിഞ്ഞ് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ പല MP-മാരും ഇലക്ഷൻ വെക്കാൻ താല്പര്യമില്ല. എന്താ കാരണം? അവർക്ക് 2 കൊല്ലം കഴിഞ്ഞ അസംബ്ലിയിൽ നിന്ന് ഇപ്പം കിട്ടുന്ന വെച്ചിട്ടാണ് ഇനി അങ്ങോട്ടേക്ക് പോകാൻ. അപ്പം ഈ നടത്തിയ ഇലക്ഷനൊക്കെ വെറുതെ വേസ്റ്റാവും. അവർ അസംബ്ലിയിലേക്ക് പോകും. എന്നാൽ ജയിക്കുമോ? അടുത്ത പ്രാവശ്യം ജയിക്കില്ല. കാരണം കോൺഗ്രസിൻ്റെ ഗതി വളരെയധികം താഴ്ത്തപ്പെട്ട. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 2 ഗ്രൂപ്പുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അങ്ങനെയല്ല, ഓരോരുത്തർക്കും ഓരോ ഗ്രൂപ്പാണ്. രാവിലെയൊക്കെ ഞാൻ എണീക്കുമ്പോൾ ഈശ്വര അങ്ങനെ ആരുടെ മൊത്തമൊക്കെ ചിരിക്കണ്ടേന്ന് ഇരിക്കും. അങ്ങനെ ഒരാളുടെ മൊത്തമൊക്കെ ചിരിച്ചാൽ മറ്റാൾ തുടങ്ങി ഇങ്ങനെ നോക്കും ആരോടാണ് നമ്മൾ കൂടുതൽ അടുക്കുന്നത്. അന്നത്തെ ദിവസം നമ്മളോട് ഉണ്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ നേതാക്കന്മാരെ കാണാനൊക്കെ നിർത്തി. പിന്നെ ഈ ഡൽഹി പോയാലോ, പണ്ടൊക്കെ എത്ര പ്രഗത്ഭന്മാരായിട്ടുള്ള നേതാക്കളെ കണ്ട പാർട്ടിയാണത്. കഴിഞ്ഞ 5 പ്രാവശ്യം ഞാൻ പോയിട്ട് ഒരാളെ പോലും എനിക്ക് കാണാനില്ല.
കാരണം സോണിയാഗാന്ധി ആരെയും കാണുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്ക് പിന്നെ അറിയാലോ, അദ്ദേഹം അവിടെ ഉണ്ടാവുന്നത് വളരെ അപൂർവം. അതുകൂടാണ്ട് പിന്നെ ഒരു നേതാവാണെങ്കിൽ അദ്ദേഹം രാഹുൽ ഗാന്ധിക്കാളും വലിയ നേതാവ് നമുക്ക് പാവങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല. ഒന്നാമത് ഇവർ പറഞ്ഞത്, ഞാൻ ചോദിക്കുന്നത്, ഇവർ പറഞ്ഞത് പത്മജ പോയാൽ ഒന്നും സംഭവിക്കില്ല, 10 പ്രാവശ്യം പറയുമ്പോൾ മനസ്സിലാക്കിയുള്ളൂ. പത്മജ പോയാലും വല്ലതും സംഭവിക്കും. എന്താ പറയുക, വലിയ ആളാണെന്ന് ഞാൻ പറയില്ല. നമ്മുടെ ഒരു മനസ്സിൻ്റെ വിഷമം കോൺഗ്രസ്സുകാർക്ക് പലർക്കും അറിയാം. പലരും എന്നെ വിളിച്ചിട്ടുണ്ട്, ഞങ്ങൾ വരാം, ഞങ്ങൾക്ക് ഇതിലും അടുത്തു. ലീഡർ മകൾ പോയാൽ പിന്നെ ആർക്ക് പോകണമെന്നുണ്ടാ എന്നാ ചോദിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് പത്മിനി തോമസിനെ പോലെ. പത്മിനി തോമസിന് കാര്യം ചെറുതായി അല്ല, അവർക്ക് തിരുവനന്തപുരത്തുള്ള ബന്ധങ്ങൾ ഭയങ്കര ബന്ധങ്ങളാണ്. അവർ ഒരു വീട്ടിൽ 28 ചോറൂണോ എന്തുണ്ടെങ്കിലും അവരെത്തും. റെയിൽവേയിൽ എന്താ ആവശ്യമുണ്ടെങ്കിലും അവരുണ്ടാവും. അത് മുഴുവൻ ഉപയോഗിച്ചത് കോൺഗ്രസ് വരും, വേറെ ഒരു പാർട്ടിക്കാരും അവരെ ഉപയോഗിച്ചിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ അവർ പൊസിഷൻ ഇറങ്ങിയ പിന്നെ പത്മിനി തോമസിനെ ആർക്കും അറിയില്ല. ഈ പറയുന്ന സതീശൻ അച്ഛൻ്റെ വലങ്കയായിരുന്നു, ശരിയാണ്. പക്ഷെ അത് കഴിഞ്ഞ് അദ്ദേഹം ജീവിച്ചു പോയത്. പക്ഷെ അദ്ദേഹത്തെ അപമാനം കൊണ്ടേ അദ്ദേഹം ഈ അമ്പലങ്ങളായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു നല്ലൊരു പ്രവർത്തകനാണ്. നമ്മൾ പറയില്ലേ, പല തുള്ളി പെരുവെള്ളം ഇങ്ങനെ പോയാൽ മാത്രമേ ഇത് ഇങ്ങനെ കൂടി ഇത് കഴിഞ്ഞാൽ കണ്ടോട്ടാ ഒഴുക്കായിരിക്കും ഈ പാർട്ടിയിലേക്ക്. അത് ഞാൻ ഉറപ്പ് തരാം. അത്രയൊക്കെ എനിക്ക് കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ജനിച്ചു വീണ പ്രസ്ഥാനത്തിൽ എനിക്ക് എല്ലാവരെയും അറിയാം. എനിക്ക് ഒരു കുടുംബം ഏതാന്ന് പറഞ്ഞാൽ അവിടുത്തെ ബന്ധങ്ങൾ പറയാൻ എനിക്കറിയാം. പക്ഷെ തൃശ്ശൂരൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ താമസിക്കുന്ന വീട് അന്ന് ഒരു വീടോ 2 വീട് മാത്രമേ LDF ഉള്ളൂ. അന്ന് BJP ഇല്ല. ഇപ്പം ഞാൻ നോക്കുമ്പോൾ 2 വീട് കോൺഗ്രസ് ഉള്ളൂ, ബാക്കിയൊക്കെ BJP. ആ രീതിയിൽ വളരെയധികം തൃശ്ശൂർ കോൺഗ്രസ് തകർന്നു കഴിഞ്ഞു. പിന്നെയുള്ള നേതാക്കൾ അറിഞ്ഞൂടെ, കൂടെ നിന്ന് ചതിക്കുന്നവർ. അതിലൊന്നും അധികം കാലം നിൽക്കാൻ ആർക്കും പറ്റില്ല. പലരും പോലും ജാതി മതമൊന്നും ഇല്ല അതിൽ. കാരണം എന്നെ ബന്ധപ്പെട്ടവരെ മുഴുവൻ ഹിന്ദുക്കളല്ല, പല ജാതിയിൽപ്പെട്ട ആളുകളാണ് എന്നെ ബന്ധപ്പെടുന്നത്. അവർക്ക് ആർക്കും മോദിജിയോട് ഒരു ദേഷ്യമില്ല. അവർ പറയണത് നമുക്ക് നാട് നന്നാവണം, നാട് വികസിക്കണം, അങ്ങനെ ഒരു നേതാവ് വരട്ടെ എന്നാണ് അവർ പറയുന്നത്. എനിക്ക് തന്നെ അതിശയം തോന്നിപ്പോൾ ഞാൻ ഗൾഫ് രാജ്യങ്ങളിൽ പോയപ്പോഴൊക്കെ അവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി, അതുപോലെ ഞാൻ വാരണാസിയിൽ പോയി കഴിഞ്ഞ മാസം. വാരണാസിയിലെ മുസ്ലിം സ്ത്രീകളാണ് അദ്ദേഹത്തെ എത്തിച്ചേക്കുന്നത്. അവരൊക്കെ വിളിക്കുന്നത് യോഗി ഭയ്യ എന്നാണ്. അവർ പറയണത് നിർത്തലാക്കി അങ്ങനെ ഇത്രയും കാലം കോൺഗ്രസ് വെച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടി, ഞങ്ങൾ അടിമകളായിരുന്നു, ഇന്ന് ഞങ്ങൾ സ്വതന്ത്രരായി. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന സ്ത്രീകളോടുള്ള അദ്ദേഹത്തിൻ്റെ കാരുണ്യം അത് ആരുടെ മനസ്സും ഇതാവാതിരിക്കില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പിന്നെ വികസനം, അദ്ദേഹം കൊണ്ടുവരുന്ന ഓരോ വികസനം, അദ്ദേഹം അമ്പലം പണിയെ മാത്രമല്ല ചെയ്യുന്നത്, ഈ നാടിനെ അതിൻ്റെ സാമ്പത്തിക വളർച്ച ഏറ്റവും കൂടുതൽ അദ്ദേഹം എത്തിച്ചു തുടങ്ങി. ഇതൊന്നും ആർക്കും എന്താ പറയാത്തത്. ആകെ അമ്പലം പണിതതിന് കുറ്റം, അത് പണിതതിന് കുറ്റം. ഒരു മുസ്ലിം രാജ്യത്ത് അബുദാബിയിൽ അദ്ദേഹം ഒരു അമ്പലം അത് കൊടുത്തതാരാ? അവിടുത്തെ റൂളർ. അപ്പം റൂളർക്ക് എത്രമാത്രം അദ്ദേഹത്തോട് താല്പര്യം ഉണ്ടായിട്ട് വേണം. ഇത്രയും കാലമായിട്ട് ആർക്കും പണിയാൻ പറ്റിയിട്ടില്ലല്ലോ. ഇത്രയും കാലമായിട്ട് കോൺഗ്രസ്സുകാരാണ് അവിടെ എന്ന് പറയുന്നത്. OICCയുടെ ഒരു കെട്ടിടം, ഒരു സ്ഥലം അവിടെ ഞാൻ കണ്ടിട്ടില്ല. അതിനു വേണ്ടി KMCCയിലൊക്കെ കെട്ടിടങ്ങൾ എത്രയും അവിടെ വരുന്ന പറ്റിയിട്ടില്ലെന്നറിയാം. അപ്പം അവനവന് കഴിയുന്നെങ്കിൽ ബാക്കിയുള്ളവരെ ചീത്ത പറ്റും. അതാണ് ഇപ്പോൾ അവരുടെയൊക്കെ രീതി. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ നോക്കുകയായിരുന്നു, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് നല്ല സ്മാർട്ടായിട്ടുള്ളൊരു പെൺകുട്ടി. ഞാൻ കുറച്ച് നേരം സംസാരിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ യങ്സ്റ്റേഴ്സ് വേണം ഈ നാടിൻ്റെ വികസനത്തിന് മുമ്പിൽ നിൽക്കാൻ. അല്ലാണ്ട് എന്താ പറയുക, പകുതി ഓർമ്മയില്ല, പകുതി ഇല്ലാത്ത 2 സ്ഥാനാർത്ഥികൾക്കും അന്തും കുന്തും ഇല്ലാതെന്ന് പറയുന്നത്. അതാണ് ഇപ്പോഴത്തെ 2 സ്ഥാനാർത്ഥികളെ കണ്ടിട്ട്. പിന്നെ ഇവരൊക്കെ പാർലമെൻറ്റ് ഇലക്ഷന് നിൽക്കുന്നത് എന്നോടൊരു കോൺഗ്രസ് MP ഒരിക്കൽ പറയണേ. ഞാൻ ചോദിച്ചു, എന്ത് ഇലക്ഷൻ നിൽക്കുന്നില്ലേ പ്രാവശ്യം? എന്തിനാ ചേച്ചി നിന്നിട്ട് കാര്യം, പട്ടിക എന്തൊക്കെ പോയ മാതിരി അവിടെ പോയത്. അതായത് അവിടെ പോയിട്ട് ഒന്നും ചെയ്യാനില്ല. ഇവരൊക്കെ ഇങ്ങനെ ഇതായിട്ട് വരുമ്പോൾ ഇവരൊരു മുണ്ട് കൊടുത്ത് ആരും വൈകിയും. അപ്പം ആർക്കും പാർലമെൻറ്റ് ജയിക്കണം എന്ന് നേതാക്കന്മാർക്കില്ല. അവർക്ക് തോറ്റിട്ട് അസംബ്ലി പോണേ. അവരെ വിചാരം ഇപ്പോൾ അവിടെ കെട്ടി വെച്ചിട്ട് ഇപ്പോൾ കിട്ടുന്നതാണ് അസംബ്ലി. അടുത്ത പ്രാവശ്യം അവർക്ക് കിട്ടില്ല. കാരണം അതിൻ്റെ ഉള്ളിലത്തെ പോര് അവിടെ നിന്നാലേ അറിയാൻ പറ്റുള്ളൂ. ഞാൻ നല്ലോണം കണ്ട് മടുത്ത് ഇനി ഒരിക്കലും ജീവിതത്തിൽ ആ പ്രസ്ഥാനത്തിലേക്ക് ഇല്ല എന്ന് സത്യം ചെയ്ത് പറയുന്നത്. ഞാനൊരു പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ 100% അതിനുവേണ്ടി പ്രവർത്തിക്കും. അങ്ങനെ ഒരാളാണ്.
കാരണം അതേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു, എന്നോട് പലരും ചോദിച്ചു എന്ത് തരാമെന്ന് പറഞ്ഞു BJP. ഞാൻ പറഞ്ഞു അധികാരങ്ങൾ വേണമെങ്കിൽ എൻ്റെ പിതാവുള്ളപ്പോൾ തന്നെ എനിക്ക് കിട്ടുമായിരുന്നു. ഞാൻ ജനിക്കുമ്പോൾ അച്ഛൻ MLA ആയതുകൊണ്ട് എല്ലാ പിതാവങ്ങളും കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഒരു 5 കൊല്ലം 5 കൊല്ലം താഴത്തേക്ക് വരും, പിന്നീട് 5 കൊല്ലം മുകളിലേക്ക് പോകും. അപ്പോൾ ഉയർച്ചയും താഴ്ചയാണ് ഇതിൽ അതിൽ അത് വേണ്ട. എനിക്ക് പാർട്ടിയിൽ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും സ്വതന്ത്രമായിട്ട് ചെയ്യും, അതിനാരും എനിക്ക് തടസ്സം വരരുത്. ഞാനന്ന് ചന്ദനക്കുറിയുടെ കാര്യം പറഞ്ഞപ്പോൾ പലരും ചിരിച്ചു. ഞാനുള്ള സത്യം തന്നെയാണ് പറഞ്ഞത്. എന്നെ കളിയാക്കിയവരുണ്ട്, വേണമെങ്കിൽ പേരെടുത്ത് ഞാൻ അത്യാവശ്യം അവർക്ക് കേൾപ്പിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് ഇവിടെ നിൽക്കുന്നൊരു സ്ഥാനാർത്ഥിയുണ്ട്, അദ്ദേഹത്തിനെ ഓർമ്മ വെച്ച തൊട്ട് ഞാൻ കാണുമ്പോൾ ഒരു കർത്ത കുറിയില്ല. ഇപ്പൊ എവിടെ പോയ കർത്ത കുട്ടിക്കാലം തൊട്ട് ഞാൻ കാണുമ്പോൾ ഈ ഒരു കർത്ത കുറി എൻ്റെ താഴെ ചന്ദനക്കുറി തൊട്ടിട്ടാ വീട്ടിൽ വരിക. അപ്പൊ എൻ്റെ അച്ഛന് കുറി തൊട്ടുണ്ട്, കുറി തൊട്ടില്ലെങ്കിൽ അച്ഛനൊന്നും മൈൻഡ് ചെയ്യില്ല. അച്ഛൻ അങ്ങനെ ഒരാളാണ്, അച്ഛൻ്റെ വിശ്വാസങ്ങൾ അച്ഛന്. അപ്പൊ ഇപ്പൊ നോക്കുമ്പോണ്ട് അതിന്റെ ആളുടെ പേര് പറ്റിയെന്നും പറഞ്ഞിട്ട് ഞാൻ എത്രയോ കാലമായിട്ട് അറിയണാണ്. ഞാൻ ഉണ്ണിത്താങ്കി വിളിക്കുന്ന കേട്ടില്ല, ഉണ്ണിച്ചാക്കി ഞാൻ ആലോചിക്കാൻ വിശ്വസിക്കുന്ന വാക്കുകൾ കേട്ടിട്ടില്ലേ. അപ്പൊ അദ്ദേഹം ഈ പറഞ്ഞ മാതിരി കൊല്ലത്തുനിന്ന് വന്ന് അദ്ദേഹമൊക്കെ കണ്ടോളൂ, അദ്ദേഹമൊക്കെ ആയിരിക്കും ആദ്യം പോകുന്ന കൂട്ടത്തിൽ. ഞാൻ അതാ പറയും, എൻ്റെ ചേട്ടനെ ജയിച്ചാലും 2 കൊല്ലം തൃശ്ശൂരുണ്ടാവുള്ളൂ. അത് അവിടുത്തെ ആൾക്കാർക്ക് നല്ലോണം അറിയാം. അത് കഴിഞ്ഞാൽ അദ്ദേഹം വട്ടിയൂർക്കാവിൽ പോകും. അദ്ദേഹം ഇപ്പോഴും വടകര ഉള്ളപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സ് വട്ടിയൂർക്കാവിലാണ്. ആഴ്ചയിൽ 3 ദിവസം അദ്ദേഹം വട്ടിയൂർക്കാവിൽ പോകും. ഞാൻ ചോദിച്ചില്ല, എന്താ മുല്ലേട്ടാ ഈ വടകര നോക്കണ്ടേ, എന്തിനാ അവിടെ പോണേ? അപ്പോൾ ആൾക്ക് എനിക്ക് മനസ്സിലായി, അല്ല നോട്ടാ വട്ടിയൂർക്കാവ്. പക്ഷെ പഴയ വട്ടിയൂർക്കാവല്ല. കാരണം തിരുവനന്തപുരത്തുകാർക്കൊരു പ്രത്യേകതയുണ്ട്, അവർക്ക് അവരെ വിശ്വാസമില്ലാണ്ട് ഇടയ്ക്ക് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ചാടി കുരങ്ങിൻ്റെ സ്വഭാവമാണ്. ഇവിടുന്ന് അങ്ങോട്ട് ചാടുക, രാവിലെ പോകുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ടാവും, പിന്നെയും വീണ്ടും ഇങ്ങോട്ട് വരും. ഞാൻ പറഞ്ഞു അതൊരിക്കലും നല്ലതല്ല ചേട്ടാ, ഒരിക്കലും അതങ്ങനത്തെ അത് ശരിയാവില്ല എന്ന് ഞാൻ പറയും. എന്താ അദ്ദേഹത്തിന് അറിയില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്നെ തോൽപ്പിക്കാനായിട്ട് നേമത്ത് വന്നതിന് വേറെ കാര്യമൊന്നുമില്ല, എന്നെ തോൽപ്പിക്കാൻ തന്നെയാണ്. അതൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ 5000-10,000 വോട്ടിനും ജയിക്കേണ്ട ഞാനായിരുന്നു. എനിക്കതിൽ വിഷമമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ചേട്ടനല്ല, എല്ലാം ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ്. അദ്ദേഹത്തിനോട് അച്ഛനോടുള്ള വീക്ക്നെസ്സാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. അത് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇനി എനിക്ക് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. ബന്ധങ്ങളുണ്ടാവും, ഞാൻ സ്നേഹിക്കും, റെസ്പെക്ട് ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷെ ഇനി എന്നെ കുത്താൻ വരരുത് ആരായാലും. അത് കോൺഗ്രസ് നേതാക്കളോടുള്ള എൻ്റെ ഒരു വെല്ലുവിളിയാന്ന് ചോദിച്ചുള്ളൂ. ഇനി എന്നെ കുത്തിയാ ഞാൻ തിരിച്ച് 10 കുത്തു കിട്ടും. കാരണം അതിനുള്ള വേഗത്തൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അവരൊന്നും ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഞാൻ ചെയ്യില്ല, ഞാനായിട്ടൊന്നും ചെയ്യില്ല. പക്ഷെ എന്താ പറയുക, നമ്മൾ പറയില്ല ആളെ മുട്ടിയ ചേരയും കളിക്കുന്ന, അതപ്പോഴത്തെ സ്ഥിതി. ഇങ്ങനെ കുത്തി അത് ചെയ്യുന്നത് ആരാ? എൻ്റെ പിതാവായിട്ടുള്ള CK കരുണാകരൻ്റെ ഔദാര്യം പറ്റിയവരാണ്. ബാക്കിയുള്ളൊരു പേരാ അദ്ദേഹം എൻ്റെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം എന്തോ എൻ്റെ പറ്റി എന്തൊക്കെയോ പറയണ കേട്ടോ. അദ്ദേഹം ഞാൻ പോണു എന്ന് കേട്ടിട്ട് ഒരു വാക്ക് എന്നെ വിളിച്ചിട്ടില്ല, അറിയാം. അപ്പം എന്താ, കരുണാകരൻ്റെ മക്കളെ ഏതെങ്കിലും വഴി കൂടെ പോയി തൊലയട്ടെ, അവർക്ക് സുഖമായില്ല. അതുകൊണ്ട് ആദ്യം എന്നെ വിളിച്ചു. അടുത്ത് ഞാൻ പറയണു, എൻ്റെ സഹോദരനോട് സൂക്ഷിച്ചോളൂ, ചുറ്റും വഞ്ചകരാണ്. അത് സഹോദരനെ പഠിത്ത് പിന്നെ ആൾക്ക് എപ്പോഴും ലേറ്റായിട്ടേ ഒന്ന് പഠിപ്പ് കത്തില്ല. അത് കത്തി കഴിയുമ്പോഴേക്കും ആളുടെ ജീവിതം ഇതാവും. എനിക്കത് കാണുമ്പോൾ സങ്കടമുണ്ട്. ഒരു സഹോദരി എന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ പറ്റും, പറഞ്ഞാൽ തലയിൽ കയറില്ല, അപ്പം എന്നെ ചീത്ത വിളിക്കും. അപ്പം അതുകൊണ്ട് അദ്ദേഹം ചീത്ത വിളിച്ച് എനിക്ക് സങ്കടമൊന്നുമില്ല കേട്ടോ. കാരണം എനിക്കെൻ്റെ സഹോദരനെ ഇഷ്ടമാണ്. അത് വ്യക്തിപരമാണ്. രാഷ്ട്രീയത്തിൽ എൻ്റെ രാഷ്ട്രീയ ശത്രു തന്നെയാണ്. കാരണം അല്ലെങ്കിൽ ഞാൻ ആ പാർട്ടിയോട് ചെയ്യുന്ന തെറ്റായിരിക്കും. ഇവിടെ നിന്ന് അദ്ദേഹത്തെ സേവിക്കുന്ന പണി എൻ്റെ കയ്യിലുണ്ടാവില്ല. ചേട്ടനെ കാണുമ്പോൾ ചേട്ടനായിട്ട് ഇനി ചേട്ടൻ വയ്യാണ്ടായാലും നോക്കാനും ഞാൻ റെഡി. അതൊന്നും എനിക്ക് ബുദ്ധിമുട്ടില്ല. രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിൻ്റെ അധപ്പതനം തുടങ്ങി. ആ കുഴിയിലാണ് പാവം പോയി വീണതെന്ന് ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. ഞാൻ ആ ജീപ്പിൽ 2 പേരെ ചുറ്റും വെച്ച് ഭഗവാനെ ഇവർ രണ്ടെണ്ണല്ലേ എന്നെ കുത്തിയത്, ഇനിയിപ്പോൾ മുരളിയുടെ കുത്താനായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അതുണ്ടാവുക കണ്ടോളൂ, അത്രയും എനിക്ക് ആ ഉമ്മച്ചനൊക്കെ കണ്ടപ്പോണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ ഡ്രൈവിലെ പോയി കഴിച്ചു വെച്ചേനെ. കാരണം അങ്ങനെ ഘട്ടത്തിൽ ഊഹിച്ചിട്ട് മനുഷ്യനെ ഞാൻ കരഞ്ഞുണ്ട് ഓരോ ദിവസം. ഇവർ എന്നെ ചോദിച്ചത് ഞാൻ ഓരോന്നായിട്ട് എഴുതും. കാരണം എന്തെങ്കിലും ഇവരൊക്കെ കള്ളത്തരം എന്നെങ്കിലും ജനങ്ങളറിയില്ല.
എനിക്ക് ഒന്നും നഷ്ടപ്പെട്ടാലും എനിക്ക് കുഴപ്പമില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടോ എന്തുകൊണ്ട് ഞാൻ BJP വന്നു. പിന്നെ എനിക്ക് വരെ മാസ്റ്റർ പാർട്ടിയിൽ പോയായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയിൽ പോയാലും കോൺഗ്രസ്സിൽ നിന്നാലും ഒന്ന് തന്നെയാണ്. അവരെല്ലാ കാര്യത്തിലും ഒറ്റക്കെട്ടാണ്. എനിക്കൊന്നും അറിയില്ല. പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് പ്രതിപക്ഷ നേതാവ്. പിന്നെ ഇങ്ങനെ അവിടെ പോയിട്ട് അപ്പം 2 കുത്തും കൂടിയാവും അവസാനം. അപ്പം ഇതൊന്നും ഇല്ലാത്തൊരു പാർട്ടിയെന്ന് നോക്കിയപ്പോൾ മോദിജീനെ പോലെ ധൈര്യമുള്ള ഒരാൾ, ഒരു ലീഡർ ഇതിനുണ്ട്. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഗുരുവായൂരപ്പനിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. എല്ലാ മാസവും അവിടെ പോകും. ആ ഗുരുവായൂരപ്പൻ്റെ മാതിരി തന്നെ അദ്ദേഹം എന്നെ എപ്പോഴും കാക്കുന്ന ഒരാളാണ്. അതേമാതിരി മോദിജി എന്നെ കാത്തോളും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തിന് പലരും ഒരു ദൈവതുല്യനായിട്ടാണ് കാണുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ പിതാവിനെ പലരും വന്ന് കാലുകത്ത് തൊഴുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നിയത് എൻ്റെ ശ്രീ കെ കരുണാകരൻ്റെ രീതികളാണ് മോദിജിക്ക്. അതായിരിക്കും എന്നെ ആകർഷിക്കുന്ന ഒരു അച്ഛൻകുട്ടിയാണ്. അതുകൊണ്ടായിരിക്കും ഞാൻ ആ ഒരു പ്രഭയിൽ ഇതായത്. പക്ഷെ അതിലെനിക്ക് തെറ്റുപറ്റില്ല. കാരണം അദ്ദേഹം ഇന്നലെ പോലും എന്നോട് കാണിച്ചൊരു സ്നേഹം അവിടെ കണ്ടപ്പോൾ. കാരണം പലരോടും പറഞ്ഞിട്ടുണ്ട് എനിക്ക് കരുണാനിധിനെ ഇഷ്ടമാണ്, റെസ്പെക്റ്റാണ്. അതെന്നോട് നദ്ദാജി പറഞ്ഞു അതിനെ പറ്റിയിട്ട്. അത് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. അപ്പം അപ്പോഴാണ് അച്ഛൻ വ്യക്തിപരമായിട്ട് പല പാർട്ടിയായിട്ട് ബന്ധം വെച്ചതിൻ്റെ ഇത് ഞാൻ മനസ്സിലാക്കിയത്. ഇതിപ്പം നമുക്ക് അതിൻ്റെ ഒരു ചെല്ലുമ്പോഴൊരു സ്നേഹം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ അച്ഛനെയാണ് ഞാൻ നമിക്കുന്നത് മനസ്സിലാക്കി. ഏതായാലും ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്രാവശ്യം നിർത്തിയ സ്ഥാനാർത്ഥികൾ നിങ്ങൾ വിചാരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കില്ല എന്നും. രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കുക തിരുവനന്തപുരം. അദ്ദേഹം ഓരോ ആഴ്ച കൊണ്ട് നമുക്ക് കയറി കയറ്റം കണ്ടായിരുന്നല്ലോ. കാരണം എനിക്ക് തിരുവനന്തപുരത്ത് ഞാൻ 5ാം ക്ലാസ് തൊട്ട് അവിടെ പഠിച്ചിട്ടില്ല, കല്യാണം വരെ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെയാണ്. അവർക്കൊക്കെ എന്തൊരു താല്പര്യം അദ്ദേഹത്തിന്. കാരണം അദ്ദേഹം വളരെ വിനയവും പിന്നെ തിരുവനന്തപുരത്തുകാർക്ക് ചെറിയ ഗ്ലാമറൊക്കെ ഇഷ്ടമാണ്. അപ്പം അദ്ദേഹം കാണാനും നല്ല ഐശ്വര്യം, നല്ല പെരുമാറ്റം എല്ലാം കൂടിയായപ്പോൾ ജനങ്ങൾ സത്യത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെയാണ്. ഇപ്പോൾ ശശി തരൂർ ശരിക്ക് വെള്ളം കുടിക്കുന്നുണ്ടാവും. ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു സന്ദർഭം എന്തെങ്കിലും അവിടെ ഉണ്ടാവുന്നുള്ളൂ. ആദ്യം രാജീവ് ചന്ദ്രശേഖരൻ വന്നപ്പോൾ അദ്ദേഹത്തിന് കേരളത്തിനെ പറ്റി എന്താ അറിയാം, ഇതൊക്കെ ഞാൻ വിചാരിച്ചതാണ്. പക്ഷെ അദ്ദേഹം വളരെ കുറച്ച് സമയം കൊണ്ട് ആൾക്കാരെ കയ്യിലെടുത്തു. നമുക്കിപ്പോൾ ഏതാന്ന് പറയാനാണ് ബുദ്ധിമുട്ട്. ആറ്റിലും നല്ല ഫൈറ്റ് നടക്കുന്ന സ്ഥലം, പാലക്കാട്, പത്തനംതിട്ട, ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്നാൽ ചിലപ്പോൾ നമ്മൾ തന്നെ അന്തപ്പെട്ടു. ഈ പറഞ്ഞ മാതിരി 2ലും 3ലൊന്നും ചിലപ്പോൾ ഒതുങ്ങില്ല. അത് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയപ്പോൾ ഇനിയൊരു 2 കൊല്ലം കൂടി കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് പാർട്ടി ഉണ്ടാകുന്നത്. ഞാൻ 2 കൊല്ലം എന്ന് പറയുന്ന ഒഴുക്ക് അത്രയും സ്പീഡിലായിരിക്കും. കാരണം ആരൊക്കെയാണ് സംസാരിച്ചിരുന്നത് വ്യക്തമായിട്ട് എനിക്കറിയാം. അപ്പം അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷകളാണ്. നമ്മൾ BJP എനിക്കറിയാം കുറേ കാലം അവർ ഇതിൽ നിന്നിട്ട് ഒന്നും ആവാണ്ടും അവർ ഈ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച് നിന്നേന്. ദൈവം എന്തെങ്കിലും അതിന് പ്രതിഫലം തരാതിരിക്കില്ല. അതിൻ്റെ സമയം തുടങ്ങി, ഇപ്പം തുടങ്ങി. അതിന് നിങ്ങളുടെ കാലമായിരിക്കും. കാരണം അത്രയധികം നിങ്ങൾ ചെയ്യുന്ന പൊതുജന ആർക്കും അറിയില്ല. ഞാൻ ഡൽഹിയിലൊക്കെ പോയി കണ്ടപ്പോൾ കണ്ടുവിട്ടുപോയി. ഇത്രയധികം ജനങ്ങളെ സേവിക്കുന്ന ഒരു പാർട്ടി. അല്ലെങ്കിൽ അവിടെ നിന്ന് മോളിൽ അപ്പോൾ വിളിയിരുന്നവരാണ്. എന്തെങ്കിലും ഒരു കുറവ് അവർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ജനങ്ങൾക്ക് ആര് സഹായിക്കണോ അവരെ കൂടെയല്ലേ ജനങ്ങൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ജാതി മതം ഇല്ലാണ്ട് എനിക്ക് തിരിച്ച് ഇതിലേക്ക് വരും. അത് ഞാൻ കണ്ടത് ഏറ്റവും വലിയ ഉദാഹരണം ദുബായിലെ മുസ്ലിങ്ങളുടെ ഇടയിലാണ്. അതിൽ പലരും ഈ പാർട്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. അത് BJP-നെ ആണെന്ന് വെച്ചാൽ എനിക്കത് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ മോദിജി എന്നൊരു വ്യക്തി അവർ ഭയങ്കരമായിട്ട് ആരാധിക്കുന്നു, അവരിഷ്ടപ്പെടുന്നു. ഞാൻ ഒരു ദിവസം ഒരു കന്തൂറൊക്കെ ഇട്ടിട്ടുള്ള ഒരു അറബി മലയാളി പറയുമ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ തിരിച്ചു നോക്കുമ്പോൾ ആൾ കോൺഗ്രസ് ആയിരുന്നു. ഞാൻ എന്ത് പറ്റി, എന്താണ് മോദിനെ പറ്റി ഇത്ര പറഞ്ഞു. ചേച്ചി, മൃതദേഹങ്ങൾക്ക് പോലും ഒരു റെസ്പെക്റ്റ് കൊടുക്കാത്ത പാർട്ടിയാണ് കോൺഗ്രസ്. മരിച്ചു കിടന്ന പ്രവാസികൾ ഒരു ആഴ്ച കഴിഞ്ഞാൽ എത്തിക്കാൻ പറ്റി. ഇപ്പം അങ്ങനെയല്ല, നേരത്തോട് നേരം കഴിയുമ്പോൾ വീട്ടിലെത്തിക്കുന്നു ബോഡി. അപ്പോൾ അതൊക്കെ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാക്കുന്ന ഒരു സന്തോഷം. ഇതൊക്കെ എൻ്റെ അനുഭവം. ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു ജാതി മതമൊന്നുമില്ല. ഇപ്പം എല്ലാവരും BJP-യുടെ കൂടെ കൂടി തുടങ്ങി. ഇനി ഒറ്റയ്ക്ക് ഇനി അല്ലാത്തവർക്ക് ഈ പറഞ്ഞ മാതിരി കോൺഗ്രസിൻ്റെ കൂടെ അവർ നിൽക്കില്ല. അവർ പോകേണ്ട സ്ഥലത്ത് ഇലക്ഷൻ കഴിഞ്ഞാൽ പോകണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അടുത്തൊരു 2 കൊല്ലം
2 കൊല്ലത്തിൽ ചിലപ്പോൾ ഒരു 2-3 കൊല്ലം കൂടി അല്ലേ LDF വന്നാൽ വന്നു, എനിക്കറിയില്ല. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ BJP അധികാരത്തിൽ വരും. ഇവിടെ മാത്രമല്ല, അസംബ്ലിയിൽ. അത് ഒരിക്കലും നമ്മളൊരു കാലത്ത് ആലോചിച്ചിട്ടുണ്ടോ അവർ വരും എന്നുള്ളത്? പക്ഷെ അവർ വന്നിരിക്കും. എന്നോട് പലരും സംസാരിച്ചതാണ്. അപ്പോൾ എന്തായാലും ഞാൻ അതിനൊരു കാരണക്കാരിയായല്ലോ എന്ന് ദൈവത്തിനോട് നന്ദി പറയുന്നു. കാരണം ഞാൻ വന്നപ്പോൾ എല്ലാവരും പറയുന്ന കാര്യം ലീഡറെ മകൾ പോയി, പിന്നെ അങ്ങനെ പോയാലും. അപ്പം അങ്ങനെ ഒരു ട്രെൻഡ് വരുത്താൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. വേറെ എനിക്ക് കോൺഗ്രസ് പ്രസ്ഥാനത്തോട് ദേഷ്യം ഉണ്ടായിട്ടില്ല. അവിടുത്തെ കുറച്ച് നേതാക്കന്മാർക്ക് ചെറിയൊരു പണിയെടുക്കാൻ പറ്റിയ അത് എൻ്റെ അച്ഛൻ്റെ ആത്മാവിനോട് ഞാൻ ചെയ്യുന്ന പുണ്യായിരിക്കും. എന്നാൽ അദ്ദേഹത്തിൻ്റെ കണ്ണീരും വിഷമവും എല്ലാം കണ്ട ആളാണ്. അമ്മ മരിച്ച് 17 കൊല്ലം ഒരു ദിവസം പോലും അച്ഛനൊക്കെ കയറ്റിയിട്ടില്ല. ഈ പറയുന്ന നേതാക്കന്മാരൊന്നും നന്ദി ഞാൻ കണ്ടിട്ടില്ല. പറയട്ടെ ആരെങ്കിലും എൻ്റെ അടുത്ത് ഒരാളച്ഛൻ വിളിച്ചാൽ പോലും വരില്ല. അങ്ങനെ സങ്കടപ്പെടുത്തിയ സ്ഥലത്താണ് ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ ഈ ചെയ്തത് എൻ്റെ അച്ഛൻ്റെ കാലിൽ, അച്ഛൻ്റെ മനസ്സിന് ഞാൻ കൊടുക്കുന്ന ഒരു സന്തോഷം, ഒരു മകളുടെ ഒരു എന്താ പറയുക കടം, അതാണ് ഞാൻ ഇപ്പോൾ ചെയ്തത്. ഇനി എന്താ അവർ പറയണേച്ചാൽ പറയട്ടെ. അത് ഞാൻ പറഞ്ഞില്ലേ, നല്ല ഇതിൽ കോൺഗ്രസിലൊക്കെ ഒത്തിരി കേട്ട ആളാണ്. ഇനിയിപ്പോൾ കേട്ടവർ മടിയില്ല, പ്രായത്തിലൊക്കെ ആയിരിക്കും. എന്നിട്ട് പറയുന്നവർ പറഞ്ഞോട്ടെ. ഇവിടുത്തെ MP ആയിരിക്കുന്ന ആൾ എന്നെ നാളത്തെ ചീത്ത വിളിച്ചുള്ളൂ. അത് പ്രതീക്ഷിച്ചിട്ട് തന്നെ അവിടെ ഒന്ന് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് വലിയ വഴക്കില്ലാത്ത ആളായിരുന്നു. പക്ഷെ എല്ലാം എനിക്കറിയാം ഗുരുവായൂരപ്പ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് വല്ലാണ്ട് എന്നെ ഞാൻ തിരിച്ചൊരു 20 പ്രാവശ്യങ്ങളിൽ ചോദിക്കും. കാരണം ഇനിയിപ്പോൾ എനിക്ക് കാര്യം പഠിക്കുന്നില്ല, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാലോ. മറ്റേത് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ ഞാൻ മദ്യം പോയി. അപ്പം ഇന്നലെ എൻ്റെ പ്രശ്നം കേട്ട് ആരെ ചോദിച്ചു, ചേച്ചി ഇങ്ങനെയൊക്കെ പറയുമോ, കോൺഗ്രസിൽ നമ്മൾ ശബ്ദം കേട്ടിട്ടില്ല. ഞാൻ വായ തുറന്നപ്പം 1000 മണ്ണിടും ഞങ്ങളെയൊക്കെ. പിന്നെ ഞാൻ ഇങ്ങനെ വായ തുറക്കുക, അതുകൊണ്ട് അടക്കി പിടിച്ചിരുന്നാൽ ഇനി അടക്കി വെച്ചിരുന്നൊക്കെ പുറത്തേക്ക് വരും. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ വരണം എന്നുള്ള എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ കുട്ടീനെ പറ്റി കേട്ടത്. എൻ്റെ പിതാവ് ഇങ്ങനെയായിരുന്നു, ചെറുപ്പക്കാരെ കണ്ടുപിടിച്ച് അവരെ വളർത്തി അവരെ ഇതാക്കുന്ന, അങ്ങനെ ആ ഒരു പാരമ്പര്യം ഇപ്പോൾ ഞാൻ BJPയിൽ കണ്ടു തുടങ്ങിയതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഒരു കടമയാണ് ആ കുട്ടീനെ ജയിപ്പിക്കേണ്ടത്. എങ്കിൽ നിങ്ങൾക്ക് ഞാൻ എത്രയോ കാലം കാസർഗോഡ് വരുന്നതാണ്. അന്ന് കണ്ട കാസർഗോഡ് തന്നെ എപ്പോഴും ഒരു വ്യത്യാസമില്ല. അപ്പോൾ ഇനി നമുക്ക് ഒരാളെ പരീക്ഷ നോക്കട്ടെ, പുതിയൊരാളെ. അദ്ദേഹത്തിന് ആ കുട്ടിയുടെ മിടുക്കേട്ടപ്പോൾ എനിക്ക് തോന്നി ആ കുട്ടി എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്യും. അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ജോലി മാത്രമേ ഉള്ളൂ. പിന്നെ എപ്പോഴും പ്ലസൻ്റ് ആയിട്ട് ഓടി നടക്കുന്ന നല്ല പെൺകുട്ടി. ആ കുട്ടീനെ നിങ്ങൾ വിജയിപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനിയും ആ കുട്ടിക്ക് വേണമെങ്കിൽ വരാൻ ഞാൻ തയ്യാറാണ്. കാരണം സത്യം എപ്പോഴും വിജയിക്കണം. അതുകൊണ്ട് ഇത്രയും നല്ലൊരു കാൻഡിഡേറ്റിന് സംഭാവന ചെയ്ത നമ്മുടെ പ്രസിഡന്റിനും എല്ലാവർക്കും നന്ദി പറയാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നിങ്ങളെ കാണാൻ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും കാണാം. എന്തായാലും എനിക്ക് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ആ കുട്ടിക്കും എല്ലാ വിജയങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്തുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി. NDAയുടെ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി ശ്രീമതി ML അശ്വതി ക്ഷണിക്കുന്നു. NDAയുടെ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പ്രഖ്യാപനം ശ്രീ രവീഷ് തന്ത്രിക്കുണ്ട് നിർവഹിക്കുന്നു. കാസർഗോഡ് ജില്ല പ്രവചന സമാനമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തുകയില്ല. അദ്ദേഹം പറഞ്ഞു, ഇരിക്കുന്ന വാജ്പേയി നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്നുള്ള ഒരു വലിയ പ്രഖ്യാപനം ആ ബാന്ദ്രയിലെ പൊതുസമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം നടത്തുകയില്ല. അത് പിന്നീട് ഫലവത്തായിട്ടുള്ള ഒരു പ്രവചനമായിരുന്നു. അടൽ ബിഹാരി വാജ്പേയി നമ്മുടെ പ്രധാനമന്ത്രിയെ 97 അധികാരത്തിൽ വന്നു. ആദ്യം 13 ദിവസം, പിന്നെ 13 മാസം, അത് കഴിഞ്ഞ് 5 വർഷം. ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഈ രാഷ്ട്രീയ യാത്രയുടെ ചരിത്രത്തിൽ നാം പിന്നിട്ടിട്ടുള്ള ഒരുപാട് നാഴികക്കല്ലുകളുണ്ട്. വലിയ കനക്കട്ടകൾ നിറഞ്ഞ വഴിയിലൂടെ കടന്നു വന്ന ഒരു പാരമ്പര്യമാണ് നമുക്കെല്ലാം ഉള്ളത്. ആ പാരമ്പര്യത്തിന്റെ ശക്തി സ്രോതസ്സായിട്ടുള്ളത് നമ്മുടെ അടിസ്ഥാന താഴേക്കടയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരാണ്. ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന, മണ്ഡലം തലത്തിൽ പ്രവർത്തിക്കുന്ന, പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന, അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന
പുറത്തെ ധാരാപണത്തിന് വേണ്ടി കഴുത്തു നീട്ടാൻ അവരുടെ ചിത്രം കാണുകയില്ല, അവരുടെ ഫ്ലക്സ് ബോർഡുകൾ ഉണ്ടാവുകയില്ല, അവർക്ക് ജയിലിരിക്കാൻ ആളുകൾ ഉണ്ടാവുകയില്ല, അവർക്ക് ഒരുപക്ഷെ സഞ്ചരിക്കുവാനോ യാത്ര ചെയ്യുവാനോ ഉണ്ണാനോ ഉറങ്ങാനോ ഉള്ള സൗകര്യങ്ങൾ മരണത്തിൽ ഉണ്ടാവില്ല. പക്ഷെ ആ എല്ലാ പരിതസ്ഥിതികളെയും വിപരീതമായ പരിതസ്ഥിതികളെ മുഴുവനും തരണം ചെയ്തുകൊണ്ട് അവർ ഊണും ഉറക്കം ഉപേക്ഷിച്ച് നിരന്തരമായി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ പ്രസ്ഥാനം ഇന്നത്തെ ഈ നിലയിലെത്തിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ വേരുകളെ മറന്നുകൊണ്ട് ഒരിക്കലും പരമേശ്വരൻ ഒരു മുദ്രാവാക്യം പറഞ്ഞിരുന്നു, വേരിൽ നിന്ന് വളരെയണം, വേരിനെ നമ്മൾ അറിയണം. അത് ഭാരതവൽക്കരണ റാലി കണ്ണൂരിൽ നടന്ന കാലത്ത് അന്ന് പരമേശ്വരൻ ഞങ്ങൾ മുദ്രാവാക്യം എഴുതിയപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു മുദ്രാവാക്യം, വേരിനെ നമ്മൾ അറിയണം, വേരിൽ നിന്ന് പറയണം. ഈ വേരുകൾ എവിടെയാണോ ചീഞ്ഞു പോകുന്നത് അവിടെ നമ്മൾ പുറത്തെന്ത് അഭ്യാസങ്ങൾ കാണിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് ആ വേരുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ വേരുകളെ ശക്തിപ്പെടുത്തി നമ്മുടെ പ്രവർത്തകന്മാരിൽ ആത്മവിശ്വാസവും വിശ്വാസവും സ്നേഹവും വളർത്തിയെടുത്ത് അവരെ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ പടക്കളത്തിലേക്ക് ഇറക്കുവാനുള്ള പ്രയത്നം നമ്മൾ വളരെ ആസൂത്രിതമായി നമ്മൾ നടത്തേണ്ടത്. അടുക്കും ചിട്ടയോടുകൂടിയിട്ടുള്ള പ്രവർത്തനത്തിലൂടെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം വിജയിപ്പിക്കേണ്ടതായിരുന്നു. കാലാവസ്ഥ വളരെ അനുകൂലമാണ്. ഒരു 100 കൊല്ലം കൊണ്ട് നടക്കേണ്ട വികസന വിപ്ലവം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ഭാരതത്തിൽ നടന്നു. ആ വികസന വിപ്ലവത്തിന്റെ ചക്രവാളത്തിൽ അതിരുകൾ നിർണ്ണയിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഇന്ന് ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തി എന്ന നിലയിൽ വളർന്നു എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു കാര്യമല്ല. ആ സാമ്പത്തിക വളർച്ചയുടെ വികസന വിപ്ലവത്തിന്റെ സൽഫലങ്ങൾ നമ്മുടെ താഴെ തലങ്ങളിലുള്ള സാധാരണക്കാരുടെ കുടിലുകളിലെത്തണം. അതാണ് പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ സാധാരണ മനുഷ്യന്റെ വീടുകളിലേക്ക് ഈ വികസനത്തിന്റെ വെള്ളിവെളിച്ചം എത്തുമ്പോൾ മാത്രമേ മഹത്വജി സ്വപ്നം കണ്ടിട്ടുള്ള സ്വാതന്ത്ര്യം നമുക്ക് സഫലമായി എന്ന് പറയാൻ സാധിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 10 വർഷം കൊണ്ട് നമ്മുടെ ആധുനിക ഈ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഇന്ന് എല്ലാ കാര്യത്തിലും നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു വിരലൊന്നമർത്തിയാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളെ എന്ന് പറഞ്ഞൊരു പാട്ടാണ്. വിരലൊന്നമർത്തിയാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളെ എന്ന് പറഞ്ഞ പഴയ ഒരു പാട്ടാണ്. ഇന്ന് ഒരു വിരലമർത്തിയാൽ ലോകത്തിലെ ഏത് വിവരങ്ങളും എന്ത് കാര്യങ്ങളും നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്ന തരത്തിലുള്ള ഒരു സാങ്കേതിക ശാസ്ത്ര വിപ്ലവം നമ്മുടെ മുന്നിൽ വരുന്നത്. ആ വിപ്ലവത്തിന്റെ ഫലം നമ്മുടെ നാട്ടിലെ എല്ലാ മനുഷ്യരുടെ ഇടയിലേക്കും ഗ്രാമങ്ങളിലേക്കും കുതിരകളിലേക്കും എത്തുന്നതിന് വേണ്ടി മൊത്തം നമ്മുടെ വികസന ചക്രവാളത്തിൽ വികസന സംവിധാനത്തിൽ ഡിജിറ്റലൈസ് ചെയ്യുക എന്ന വളരെ പുരോഗമനപരവും ശാസ്ത്രീയവുമായിട്ടുള്ള കൃത്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ നരേന്ദ്രമോദിയുടെ സർക്കാർ. അദ്ദേഹം വളരെ വ്യക്തമായി എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പോകാനാണ്. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവർക്കും വേണ്ടി എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് എല്ലാവരുടെയും സംയുക്തമായ പ്രവർത്തനത്തിലൂടെ നമുക്ക് സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വപ്നം കണ്ട ആ വികസിത ഭാരതം സാക്ഷാത്കരിക്കണം എന്ന ലക്ഷ്യം അത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലുകൾ നാം പിന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വീണ്ടും നരേന്ദ്രമോദി വരണം എന്ന ആഗ്രഹം നമ്മുടെ നാട്ടിൽ ജനങ്ങൾ പറയുന്നത്. മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നതാണ്. ഈ കേരളം എന്ന് പറയുന്നത് എന്തോ LDFിനും UDFിനും താവഴിയായി പരമ്പരയായി കിട്ടിയിട്ടുള്ള എന്തോ സ്വകാര്യ സ്വത്താണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. ഇപ്പോഴും അവർക്ക് ഈ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഗവൺമെന്റ്, മോഡി ഗവൺമെന്റ് കേന്ദ്രത്തിൽ കഴിഞ്ഞ 10 വർഷമായി ഭരണത്തിലിരിക്കുന്നു എന്ന് ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ 65 വർഷത്തിലേറെ നാടിന്റെ ഭരണം കുത്തകയാക്കി കൈയടക്കി വെച്ച കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. ആ അധികാരത്തിന്റെ കെട്ട് എന്ന് പറയുന്നത് ഹാങ് ഓവർ. തലേ ദിവസം നല്ല നന്നായിട്ടൊന്ന് അടിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസവും ആ ഹാങ് ഓവർ ഉണ്ടാവും. അത് അധികാരത്തിന്റെ ഒരു ലഹരിയാണ്. ആ 65 വർഷം നിരന്തരമായി ഭരണം നടത്തിയതിന്റെ ഹാങ് ഓവർ കെട്ട് ലഹരി ഇപ്പോഴും കോൺഗ്രസിന്റെ പഴയ പല നേതാക്കന്മാർക്ക് വിട്ടിട്ടില്ല. അതുകൊണ്ട് പാർലമെന്റിൽ നമ്മുടെ ആളുകൾ പറയാറുണ്ട്, ഇപ്പോഴും കോൺഗ്രസ്സുകാർ എല്ലാവരും തന്നെ ഇരിക്കുന്നു അധികാരത്തിൽ. ഈ അധികാരം എന്ന് പറയുന്നത്, ഭരണം എന്ന് പറയുന്നത് കോൺഗ്രസിന് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഇതൊരു നെഹ്റു കുടുംബത്തിന് അവകാശപ്പെട്ടതാണ് എന്ന ഒരു അന്ധവിശ്വാസം വളരെ ആസൂത്രിതമായി നമ്മുടെ നാട്ടിലെ ജനമനസ്സുകളിൽ വിതച്ച് പടർത്തി എടുത്തിട്ടുള്ള ഒരു ചരിത്രമാണ് നമുക്ക്. അധികാരം അവരുടെതാണ്. അതാണ് ഞാൻ 3 പേരുടെ കുടുംബത്തിന്റെ അവരുടെ താല്പര്യങ്ങൾ. ശ്രീമതി സോണിയ, ശ്രീ രാഹുൽജി, ശ്രീ പ്രിയങ്ക, ഈ 3 ആളുകൾ അവരെ ചുറ്റിപ്പറ്റി അവരുടെ താല്പര്യങ്ങൾ, അവരുടെ ഭാഗ്യം, അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഭാരതത്തിലെ
142 കോടി മനുഷ്യരുടെ താല്പര്യത്തെ, ഭാഗ്യത്തെ കൂട്ടിക്കെട്ടി നടത്തുന്ന ഒരു കസർത്ത് കളിയാണ് ഈ കോൺഗ്രസിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതിന് വിരാമം വരികയാണ്. അഴിമതിയെ നടത്തിയത് മുഴുവനും അഴിമതി. നമുക്കറിയാം, അന്ന് 2G സ്പെക്ട്രത്തിന്റെ കാര്യം പാർലമെന്റിൽ ഉന്നയിച്ച ആ വ്യക്തിയാണ് ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം പാർലമെന്റിലെ സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം നല്ലൊരു ടെക്നോക്രാറ്റാണ്, നല്ല അഴിമതി തൊട്ടുധരിച്ചിട്ടില്ലാത്തതാണ്. അദ്ദേഹമായിട്ടുള്ള ഇന്റർവ്യൂ വേണ്ടി ഇത് കാണുകയില്ല. വലിയ ജാടയൊന്നുമില്ല, ഒരു യാഥാർത്ഥ്യബോധമുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം ഇങ്ങനെയാണ് കേരളം എങ്ങനെ മുന്നോട്ട് പോകണം. LDF-ഉം UDF-ഉം കൂടി കേരളത്തെ ഏതോ ഒരു അന്ധകാരത്തിൽ, ഒരു അന്ധവിശ്വാസത്തിന്റെ കൂരിട്ട് ചവിട്ടി ഒതുക്കി അടിച്ചു നിർത്തിയിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങളെ. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം വികസന വിപ്ലവത്തിലേക്ക് കുതിച്ചു ചാടുമ്പോൾ ഈ രണ്ട് മുന്നണികളും കൂടി കേരളത്തിൽ കിതച്ചു നിൽക്കുകയാണ്, കേരളത്തെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് മുന്നോട്ട് പോകാൻ എന്നതിന് തടസ്സമായിക്കൊണ്ട്. ഇതിനൊരു വിരാമം ഇടാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയ കേരളത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള പരിവർത്തനം വരണം. അതിന് LDF-നെയും UDF-നെയും തൂത്തെറിഞ്ഞേ പറ്റും. അവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ ഓരോ ദിവസവും വരുന്ന വാർത്തകൾ വളരെ ഹൃദയഭേദകമായിട്ടുള്ള വാർത്തകളാണ്. ഇപ്പോൾ വയനാട്ടിലെ പൂക്കോട് വെറ്ററിനറി കോളേജ് സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ ദിവസങ്ങളോളം ഇടിമുറിയിലിട്ട് മർദ്ദിച്ച് ക്രൂരമായി കൊലപ്പെടുത്തി, ഭക്ഷണം പോലും കൊടുത്തില്ല. അത് ചെയ്തത് CPM-ന്റെ വിദ്യാർത്ഥി സംഘടനയാണ്. അതിപ്പോ പുറത്തു വന്നിരിക്കുകയാണ്. ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഇത്രമാത്രം ക്രൂരമായി ചിന്തിക്കാൻ സാധിക്കില്ല. പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടി ഈ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയെ കയറി നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കലോത്സവത്തിൽ തിരുവനന്തപുരത്തെ സർവകലാശാല കലോത്സവത്തിൽ മാർഗംകളിയുടെ പേരിൽ വോട്ട് കൊടുത്തതിന്റെ പേരിൽ ഒരു പാപം കലാകാരനെ മർദ്ദിച്ചു കൊന്നു. അദ്ദേഹം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുന്ന നിലയിലേക്ക് വന്നു. അദ്ദേഹം വരുന്നത് കാഴ്ച കാണാൻ എത്ര ദയനീയമായിട്ടാണ് ആ പാപം വരുന്നത്. നിവൃത്തിയില്ല, അദ്ദേഹം വിഷം കഴിച്ചു ആത്മഹത്യ. ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ കേരളം. ഈ ഒരു ദുസ്ഥിതിയിലേക്ക് നമ്മുടെ കേരളത്തെ ചവിട്ടി തകർത്ത് താഴ്ത്തിയ ആളുകളാണ്. ഞാനൊരു കാര്യം പറയാം. പണ്ട് കാലത്ത് വർഗ സംഘടനകളിൽ കൂടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു വന്നിരുന്നത്. മലബാറിൽ കർഷക രംഗത്ത് കൂടിയിട്ടാണ് വളർന്നു വന്നത്. മധ്യ തിരുവിതാംകൂറിൽ തൊഴിലാളി സംഘടനയിൽ കൂടിയിട്ടാണ് വളർന്നു വന്നിരുന്നത്. ഇങ്ങനെ വർഗ സംഘടനകൾ കമ്മ്യൂണിസ്റ്റ് സംഘടനയെ, പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുവാനുള്ള ഏറ്റവും ഒരു പോഷക സംഘടനകളായിരുന്നു. ഇന്ന് ആ വർഗ സംഘടനകൾ മാർക്സിസ്റ്റ് പാർട്ടികളുടെ ഭരണം മാത്രമല്ല ഏറ്റെടുത്തിരിക്കുന്നത്. ആ വർഗ സംഘടനകൾ ഇന്ന് ഈ പിണറായി സർക്കാരിന്റെ ഓരോ വകുപ്പും, ഓരോ മന്ത്രിമാർ കൈകാര്യം ചെയ്യുന്ന വകുപ്പിന്റെയും ഭരണം ഈ വർഗ സംഘടനകളുടെ കൈപ്പിടിക്കകത്ത് ഒതുങ്ങിപ്പോയിരിക്കും. ഇതൊരു തലതിരിഞ്ഞു വന്നിരിക്കുകയാണ് കാര്യം. അതുകൊണ്ട് എന്ത് തീരുമാനം മന്ത്രിമാരെടുത്താലും അത് നടപ്പാക്കാൻ ഈ യൂണിയൻ നേതാക്കന്മാർ സമ്മതിച്ചില്ലെങ്കിൽ നടക്കില്ല. യൂണിയൻ നേതാക്കന്മാരുടെ ഭരണമാണ് മന്ത്രിമാരുടെ വകുപ്പുകളിൽ നടക്കുന്നത്. യൂണിയൻ നേതാക്കന്മാരെ നിലക്ക് നിർത്തുവാനുള്ള കരുത്ത് മാതൃസംഘടനയായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം അവരെ കൂടിയിട്ടാണ് ഇവര് ശക്തി സംഭരിക്കുന്നത്. ഇത്തരം മനുഷ്യത്വം തൊട്ടുധരിച്ചിട്ടില്ലാത്ത പ്രാകൃതമായ, കിരാതമായ ഒരു ഭരണം ഈ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ പേരിൽ നടക്കുകയാണ്. അപ്പുറത്ത് നിൽക്കുന്ന കോൺഗ്രസിനെ കുറിച്ച് പറയാനില്ല. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ ആത്മാഭിമാനമുള്ള കോൺഗ്രസുകാർ ഓരോന്നോരോന്നായി ആ പാർട്ടിയോട് വിട പറഞ്ഞ് വന്നിരിക്കും. നമ്മുടെ വന്നില്ലേ നമ്മുടെ നാരായണക്കുളത്തോടെ അല്ലേ, നമ്മുടെ പഴയ നല്ല കോൺഗ്രസ്സുകാരൊക്കെ ഞങ്ങളുടെ കൂടെ അതെ, നല്ല കോൺഗ്രസ്സുകാരൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. പിന്നെ അവിടെ ഇപ്പോൾ ചിലരൊക്കെ നമ്മുടെ കൂടെ വന്നപ്പോൾ MM വസ്ത്രം പറയുന്നുണ്ട്, ഇതൊക്കെ ക്ലാവ് പിടിച്ചിട്ടുള്ള പാത്രങ്ങളാണ്, അത് ഇങ്ങനെ പോവാൻ. ആ ക്ലാവ് പിടിച്ച പാത്രങ്ങൾ മതി, പക്ഷെ അതിനെ തേച്ച് നീക്കി നല്ല മിന്നുന്നതാക്കാനുള്ള കഴിവ് ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട് എന്നത് മനസ്സിലാക്കണം. ആ കഴിവ് നമുക്കുണ്ട്. അതുകൊണ്ട് ക്ലാവ് പിടിച്ചത് വന്നുകൊണ്ട് അതൊക്കെ ഞങ്ങൾ തേച്ച് നീക്കി അങ്ങോട്ട് പിന്നെ കൊണ്ടുപോകും. അതൊന്നും പ്രയാസമില്ല. അത് ഒരു പാർട്ടിയുടെ ഒരു ശക്തിയാണ്. അത് പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുമ്പോൾ അതിനൊരു സംഘടനാപരമായിട്ടുള്ള ഒരു സംവിധാനമുണ്ട്, ഒരു ചരിത്രമുണ്ട്, ഒരു പാരമ്പര്യമുണ്ട്, ഒരു ഭരണഘടനയുണ്ട്, ഒരു നീതിശാസ്ത്രമുണ്ട്, ഒരു രീതിശാസ്ത്രമുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം പ്രവർത്തിക്കാം. ഞാൻ ഇടയ്ക്ക്
പിന്നെ അവിടെ വണ്ടി ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു തിരിച്ചു പോയി കളയാം. ബി രവീന്ദ്രൻ നാരായണപ്പെട്ട് ഇവർ പറഞ്ഞു ഒരു കാരണവശാലും പോകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത് അതിനോട് പിന്നീട് നിങ്ങൾ രഹസ്യമായിട്ട് അപ്പുറത്തിരിക്കുന്ന ശിവരാജനുണ്ടാകും. അദ്ദേഹം ശിവരാജൻ തന്നെയാണ്. 25-26 കൊല്ലം സ്വന്തം വാർഡിൽ എല്ലാ മുന്നണികളെയും തോൽപ്പിച്ച് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വിജയം വരിച്ചിട്ടുള്ള ഒരാളെയാണ് നമുക്കിവിടെ ജീവിക്കുന്നത്. ഇതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഇവർ പറഞ്ഞു ഞാൻ എല്ലാ കാര്യം പറയില്ല. അതുകൊണ്ട് നിങ്ങളും രവീന്ദ്രൻ എന്നെ കുറിച്ച് തോന്നുന്നില്ല. എന്താ കാരണം അറിയാം? പറഞ്ഞ് ഇവിടെ പറയാൻ പാടില്ലാത്തത് പറഞ്ഞു പോകുമോ എന്നുള്ള ഭയമില്ല. ഞാൻ പറയില്ല, ഞാൻ പറയില്ല. എനിക്ക് അതിനുള്ള പക്വതയും നിയന്ത്രണമൊക്കെ എനിക്കുണ്ട്. ഞാൻ ഈ കുറെ വർഷങ്ങളായിട്ടല്ല ഞാൻ നടക്കുന്നത്. അല്ല ഇവിടെ ഇപ്പം നമ്മുടെ കാസർഗോഡ് പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോ മുക്കും മൂലയും എല്ലാം എനിക്കറിയാം. എല്ലാം അറിയാം. ഞങ്ങൾക്ക് ഒരുമിച്ച് വെള്ളം കുടിക്കാതെ കഞ്ഞി കുടിക്കാതെ നടന്നിട്ട് അതൊരു രസമായിരുന്നു. പക്ഷെ ആ ഒരു ഉശിരുണ്ടല്ലോ അന്നത്തെ, ആ ഒരു ആത്മാർത്ഥത, ആ ഒരു ഉശിരി, ആ ഉശിരി ഇപ്പോഴത്തെ പുതിയ ഉശിരന്മാർക്കുണ്ടോ എന്നുള്ള സംശയം എനിക്കുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ ആ വഴിയുള്ള കനൽ വഴിയാണ്. അതും ഇപ്പോഴും ഈ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 കൊല്ലം മുമ്പ് എനിക്ക് ഇവിടെയൊക്കെ വരുമ്പോൾ ഇന്നത്തേക്കാൾ പ്രായം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കും. ആ ശക്തിയിലാണ് ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇടതും LDFനും UDFനും അടിത്തറ വെക്കാനുള്ളതല്ല കേരളം. ഇത് ഭാരതത്തിൽ ദേശീയ ജനാധിപത്യ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സമസ്ത മേഖലകളിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ നേട്ടങ്ങൾ പ്രയോജനപ്പെടുത്തി ഒരു സമഗ്രമായ വികസന വിപ്ലവത്തിലേക്ക് പോകുമ്പോൾ അതിന് ചെറിയ പുള്ളികളാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു കേട്ടോ അദ്ദേഹം. എന്നാ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കുമ്പോൾ തന്നെ വന്നുകൂടിയാണ് നിങ്ങൾക്ക് ഞങ്ങൾ കുറച്ച്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഈ രാജ്യത്ത് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത്. ഭാരതം എന്ന് പറയുന്നത് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഇപ്പൊ രാമക്ഷേത്രം വന്നു. നമ്മൾ എന്താ ഭാരതീയ ജനസംഘത്തിന്റെ കാലം മുതൽ നമ്മൾ ജനങ്ങളോട് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആ ഓരോ കാര്യങ്ങൾ നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭൂരിപക്ഷം കിട്ടി അധികാരത്തിൽ വന്നപ്പോൾ എന്ന പണ്ട് പറയാത്ത ഒരു പുതിയ കാര്യം നടപ്പാക്കി കളയാം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും നമ്മൾ നടപ്പാക്കിയില്ല. 370-ാം വകുപ്പ് റദ്ദ് ചെയ്യണം നമ്മുടെ ആവശ്യമായി. രാമജന്മഭൂമിയെ രാമക്ഷേത്രം നിർമ്മിക്കണം നമ്മുടെ ആവശ്യമായി. ഇപ്പോ ഈ പൗരത്വ നയം നമ്മുടെ ആവശ്യമായി. ഇനിയിപ്പോ ഏക സിവിൽ കോഡ്. ഞാൻ ഒരു കാര്യം പറയാം, ഇത് നമ്മുടെ നാട്ടിലെ മുസ്ലിം സഹോദരന്മാരെ അങ്ങേയറ്റം തെറ്റിദ്ധരിപ്പിച്ച് അവരെ നമുക്കെതിരെ തിരിച്ചുവിടുന്നതിനുള്ള വളരെ വലിയ ശ്രമങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് നടത്തുകയാണ്. എനിക്ക് മുസ്ലിം സഹോദരന്മാർക്ക് പറയാനുള്ളത്, ഇപ്പൊ CA പൗരത്വ നിയമം നമ്മുടെ നാട്ടിലെ ഒരൊറ്റ മുസ്ലിമിനും അത് ഒരു പ്രശ്നവും ഉണ്ടാക്കിയില്ല. അത് വ്യക്തമായിട്ട് അമിത്ഷാ പറഞ്ഞു, ഹിന്ദുക്കൾക്ക് എന്തെല്ലാം അവകാശങ്ങളുണ്ടോ ആ എല്ലാ അവകാശങ്ങളും ഇവിടുത്തെ മുസ്ലിങ്ങൾക്കുണ്ട് എന്ന് കൃത്യമായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പിന്നെ എന്തിനാണ് പടപ്പുറപ്പാട്? ഒറ്റ കാര്യത്തിലാണ് ഈ ഒരു ബില്ലിന്റെ പേര് പറഞ്ഞ് നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ തെറ്റിദ്ധാരണ ജനിപ്പിച്ച് അവരിൽ ഭയം സൃഷ്ടിച്ച് ഞങ്ങളാണ് സംരക്ഷകർ എന്ന ഒരു പ്രതീതി ഉണ്ടാക്കി അവരുടെ വോട്ടുകൾ തട്ടിയെടുക്കുവാനുള്ള ഒരു വോട്ട് കൊടുത്ത തന്ത്രം മാത്രമാണ് ഈ LDFും UDFും കൂടി നടത്തുന്ന ഈ പൗരത്വ ബില്ലിനെതിരായിട്ടുള്ള പ്രചരണം നിലപാട് എന്ന് ഇന്ന് നാം തിരിച്ചറിയണമെന്നുള്ളത് നമ്മൾ മുസ്ലിം സഹോദരന്മാർ തിരിച്ചറിയണം. നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടവരല്ല, വേറിട്ട് പോകേണ്ടവരല്ല. ഈ ഭാരത് മാതാവ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭവ്യമായ സങ്കല്പമാണ്. ആ ഭാരത് മാതാക്ക് ജയ് എന്ന മുദ്രാവാക്യം, അതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഈ ജനസംഘത്തിന്റെ കാലം മുതൽ ഇതുവരെ എന്താ ആ ഒറ്റ മുദ്രാവാക്യം. ഇപ്പം ചില ആളുകൾക്ക് ഇപ്പം അതും വിളിക്കാനാണ് മര്യാദ. അതായത് ഇപ്പം ഈ വന്ന ആളുകൾ അത് പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്തം. ഇത് എങ്ങനെയാണ് നന്നായിട്ട് ഭാരത് മാതാക്കി, ചില ആളുകൾ ഭാരത് മാതാക്കി വിളിക്കുന്നതിന്റെ ഭാരത് മാതാ വേണ്ടിയില്ല. ഇതൊക്കെ നമ്മളുടെ ഒരു അടിസ്ഥാനം, നമ്മുടെ അടിസ്ഥാന മർമ്മമായി, നമ്മുടെ ജീവനാടിയാണ്. രാമജന്മഭൂമിയെ രാമക്ഷേത്രം ഇവിടുന്നൊക്കെ പോയില്ലേ ആളുകൾ? ചില പൂജിച്ചുകൊണ്ട് അവിടെ പോയില്ലേ? അയോധ്യയിൽ പോയില്ലേ? എത്ര കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ചു, എന്തെല്ലാം എത്ര അടികൊണ്ടു അവിടുത്തെ പോലീസിന്റെ, UP പോലീസിന്റെ. ആ ആളുകൾ നമ്മളെ ഇവിടെയുണ്ട്. അന്ന് നമ്മളെ എതിർത്തിരുന്ന ആളുകളുണ്ട്. അപ്പൊ അടികൊണ്ടവർ താഴെയും എതിർത്തിരുന്നവർ മേലെയായിരിക്കും. അത് നമ്മുടെ ഒരു ചരിത്ര
ചരിത്രത്തിലെ ഒരു വിരോധാഭാസമാണെന്ന് കണക്കാക്കിയത്. മനസ്സിലായി എത്ര എണ്ണുകൊണ്ടാണ് ചില പൂജിച്ച് ഇവിടുന്ന് വണ്ടിക്ക് സാധാരണ വണ്ടി കയറിയിട്ടാണ് പോവുക. ഇന്നത്തെ സൗകര്യങ്ങളൊന്നുമില്ല. അങ്ങനെ പോയിട്ടുള്ള ആളുകളില്ലേ? രാമക്ഷേത്രം പോകുന്നു, രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം. അത് നമ്മുടെ ഒരു വാഗ്ദാനമായിരുന്നു. നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലുള്ള കാര്യമാണ്. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ജനങ്ങളോട് പറഞ്ഞ കാര്യം നടപ്പാക്കുമ്പോൾ അതിന് അഭിനന്ദിക്കുക ഇടപെടും എന്തോ ഒരു വലിയ അപകടമുണ്ട് എന്ന നിലയിലാണ് അവർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്നത്. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം അവസാനിക്കും. ബാക്കി നന്നായിട്ട് നമ്മുടെ പ്രസംഗം. അതായത് രാമജന്മഭൂമി എന്നുള്ളത് രാമന്റെ ജന്മസ്ഥാനത്തുള്ള ക്ഷേത്രം. അതൊരു ചെറിയ കാര്യമല്ല. അത് നമ്മുടെ ഭാരതത്തിന്റെ ഒരു ആത്മാ സംസ്കാരത്തെ തട്ടിയുണർത്തി ജനങ്ങളെ ആകെ ഒരു നവോത്ഥാന വിപ്ലവത്തിന്റെ സരണിയിൽ എത്തിക്കുക എന്ന ചരിത്രപരമായ ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് ശ്രീരാമന്റെ ജന്മസ്ഥാനത്ത് രാമക്ഷേത്രം നിർമ്മിക്കുക എന്ന ആ ദൗത്യം നമ്മൾ പൂർത്തിയാക്കി. രാമമന്ത്രമാണ് നമ്മുടെ അടിസ്ഥാന മന്ത്രം. അത് ഞാൻ പറയുന്നു, രാമമന്ത്രം. പക്ഷേ നമ്മുടെ തന്ത്രം രാമതന്ത്രമല്ല, നമ്മുടെ തന്ത്രം കൃഷ്ണതന്ത്രമാണ്. രാമമന്ത്രവും കൃഷ്ണതന്ത്രവും ഇത് രണ്ടും കൂടി കൂട്ടിയോജിപ്പിച്ചിട്ടുള്ള ഒരു ടെക്നോളജിയാണ് നമ്മൾ വികസിപ്പിച്ചത്. രാമമന്ത്രവും കൃഷ്ണതന്ത്രവും. അപ്പോൾ ആ തന്ത്രം ഞാൻ ഈ പ്രസംഗിക്കുന്നതിന്റെ ഇടയിൽ ശല്യം ഉണ്ടാക്കാൻ വേണ്ടി ആരംഭിക്കുന്നില്ല. ഞാൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ പ്രസംഗം നടക്കുക. രാമമന്ത്രവും കൃഷ്ണതന്ത്രവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുക. രാമമന്ത്രം, കാരണം രാമമന്ത്രം എന്നുള്ളത് നമ്മുടെ അടിസ്ഥാനപരമായ നമ്മുടെ തത്വശാസ്ത്രമാണ്, നമ്മുടെ ആത്മാവിന്റെ പ്രകടനമാണ് രാമമന്ത്രം എന്നുള്ളത്. പക്ഷേ രാമമന്ത്രത്തിന്റെ സ്ഥാനത്ത് രാമതന്ത്രമല്ല നമ്മൾ സ്വീകരിക്കുന്നത്. നമ്മൾ സ്വീകരിക്കുന്നത് കൃഷ്ണതന്ത്രം. എന്താണോ കുരുക്ഷേത്ര യുദ്ധത്തിൽ രണാങ്കണത്തിൽ യുദ്ധം വിജയിക്കുന്നതിന് വേണ്ടി പാണ്ഡവപക്ഷത്തിന്റെ നേതൃത്വമുള്ള ശ്രീകൃഷ്ണൻ എന്തെല്ലാം യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ടോ ആ യുദ്ധതന്ത്രങ്ങൾ മുഴുവനും ഈ കുരുക്ഷേത്ര മഹായുദ്ധത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ പടക്കളത്തിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ള ചരിത്രപരമായിട്ടുള്ള പ്രവർത്തനമാണ് നമുക്ക് നടത്തുവാനുള്ളത് എന്ന് ഞാൻ പറയുകയാണ്. അതുകൊണ്ട് ഈ ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചുകൊള്ളൂ, രാമമന്ത്രവും കൃഷ്ണതന്ത്രവും എന്നുള്ളത്. അതുകൊണ്ടാണ് കൃഷ്ണൻ അശ്വത്ഥാമ ഹത കുഞ്ചര എന്ന് പറയണം എന്ന് കൃഷ്ണൻ പറഞ്ഞു ധർമ്മപുത്രനോട്. ധർമ്മപുത്രരോട് മാത്രമേ അത് പറയാൻ പാടുള്ളൂ. കാരണം ധർമ്മപുത്രൻ പറഞ്ഞാൽ അത് എല്ലാവരും പറഞ്ഞ സത്യമാണെന്ന് അറിയിക്കും. അതുകൊണ്ട് അശ്വത്ഥാമ ഹത കുഞ്ചര എന്ന് പറഞ്ഞപ്പോൾ അവിടെ ദ്രോണൻ നിർമ്മിക്കും. ദ്രോണരുടെ മകൻ അശ്വത്ഥാമ. പക്ഷെ കുഞ്ഞരൻ എന്നുള്ളത് ഒതുക്കെയും അങ്ങനെയാണ്. അത് കൃഷ്ണൻ പഠിപ്പിച്ചു കൊടുക്കുന്ന പാഠമാണ് സുഹൃത്തുക്കളെ. കൃഷ്ണൻ പഠിപ്പിച്ചു കൊടുക്കുന്ന പാഠമാണ്. പക്ഷെ ഒരു കാര്യം അവിടെ വന്നു, ഈ അർദ്ധസത്യം ധർമ്മപുത്രൻ പറഞ്ഞതോടുകൂടി അതുവരെ യുദ്ധക്കളത്തിൽ ധർമ്മപുത്രരുടെ രഥം ഒരടി ഉയരത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരടി ഉയരത്തിലാണ് ധർമ്മപുത്രരുടെ, ബാക്കി എല്ലാവരും മണ്ണിൽ കൂടിയിട്ടാണ്. പക്ഷെ ഈ അർദ്ധസത്യം പറഞ്ഞതിനെ തുടർന്ന് അരയടി ഉയരത്തിൽ ഓടിക്കൊണ്ടിരുന്ന ധർമ്മപുത്രരുടെ രഥം പെട്ടെന്ന് മണ്ണിലേക്ക് കാണുന്നതാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ നിന്ന് നമുക്ക് കിട്ടാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സർവസംഹാരിയായിട്ടുള്ള നാരായണാസ്ത്രം കൗരവ പക്ഷത്തിൽ നിന്ന് തൊടുത്തുവിട്ടു. എല്ലാവർക്കും അറിയാം, നാരായണാസ്ത്രം വന്നാൽ ഒരാൾക്ക് മുതൽ നേരിടാൻ സാധ്യമല്ല. അത് സർവസംഹാരിയാണ്. എന്താണ് അതിന് പ്രതിവിധി? അതിന്റെ പ്രതിവിധി കൃഷ്ണന് മാത്രം അറിയാം. ആ അസ്ത്രം തൊടുത്തുവിട്ട് ചികിരിപ്പാഞ്ഞു വരുമ്പോൾ കൃഷ്ണൻ അർജുനോട് പറഞ്ഞു, അർജുന, തേരിൽ നിൽക്കുകയാണ് നിങ്ങൾ ഇരുന്നുകൊള്ളൂ. അങ്ങനെ അർജുനൻ ഇരുന്നു. തേര് തെളിച്ചുകൊണ്ടിരുന്ന കൃഷ്ണൻ എഴുന്നേറ്റ് നിന്നു. കൗരവ നായകന്മാർ, സേനാനികൾ തൊടുത്തുവിട്ട ആ അസ്ത്രം ശ്രീകൃഷ്ണന്റെ കഴുത്തിലെത്തിയപ്പോൾ അതൊരു പൂമാലയായി പരിണമിച്ചു എന്നുള്ളതാണ് ആ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇങ്ങനെ നമുക്കെതിരെ നമ്മുടെ എതിരാളികൾ, പ്രതിയോഗികൾ എന്തെല്ലാം സംഹാര ശക്തിയുള്ള ആയുധങ്ങൾ, അമ്പുകൾ ഇടാനും യുദ്ധകളത്തിൽ ഭഗവാൻ കൃഷ്ണൻ കാണിച്ചതുപോലെയുള്ള മഹാപ്രകടനം, അതിനെയെല്ലാം കഴുത്തിലെ ഹാരമാക്കി മാറ്റുവാനുള്ള കരുത്തും സാങ്കേതിക വിദ്യയും ശക്തിയും